നിങ്ങൾക്ക് തടി കുറയ്ക്കാനും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു അൾട്ടിമേറ്റ് സീക്രട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അതൊരു അൾട്ടിമേറ്റ് ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഇത് ബേസ്ഡ് ഓൺ റിസർച്ച് ആൻഡ് സ്റ്റഡിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അത് എന്താണെന്നും അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ഫിറ്റ്നസ് ചാനൽ. ഐ എം അരുൺ തമ്പി, an internationally certified personal fitness trainer with a background of wrestling and football. I was a Kerala state wrestling champion, and I do have an experience of 15 to 20 years in sports and fitness. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ആ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാബിറ്റ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കിലോട്ട് നോക്കാം, എന്താണ് ആ ടോപ്പിക്ക്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന്. ഓക്കെ, ടോപ്പിക്ക് നല്ല രസമായ ടോപ്പിക്കാണ്. ഞാനത് എടുക്കാനായിട്ട് കാരണം അത് എല്ലാവർക്കും ഉപയോഗപ്പെടും എന്ന് തോന്നിയിട്ടാണ് ആ ടോപ്പിക് എടുക്കാനായിട്ട്. ഇതിന്റെ റിസർച്ച് നടന്നിട്ടുണ്ട്. ടോപ്പിക്ക് വേറൊന്നുമല്ല, അത് അൾട്ടിമേറ്റ് ഫാറ്റ് ലോസ് സീക്രട്ട് തന്നെയാണ്. അത് വാക്കിംഗ് ആഫ്റ്റർ മീൽസ്, എസ്പെഷ്യലി ഡിന്നർ ആൻഡ് ലഞ്ച്. അത് ഒരു മീല് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ നമ്മൾ നടക്കണം. അപ്പൊ തന്നെ എല്ലാവരും ആലോചിക്കുമായിരിക്കുമല്ലേ, അത് ശരിയാവുമോ? ഉടനെ നടന്നാൽ എങ്ങനെയാണ്? ഒരു മീല് കഴിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുമോ? അത് ശരിയാവില്ലല്ലോ. എന്നാൽ അതിന്റെ ഉത്തരവും ഡിപ്പെൻഡ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ഹൗ യു ഡു. ഞാൻ പറയുന്നത് ഭയങ്കര സ്പീഡിൽ നടക്കുക എന്നല്ല പറയുന്നത്, ബ്രിസ്ക് വാക്കിംഗ് തന്നെയാണ് പറയുന്നത്. ഈ റിസർച്ചിലും പല പല റിസർച്ച് നടന്നിട്ടുണ്ട്. ആ എല്ലാ റിസർച്ചിനകത്തും പറയുന്നത് നമ്മൾ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഈ മീൽ വേണം നമ്മൾ നടക്കാനായിട്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ആഫ്റ്റർ 60 minutes ഓർ ഇറ്റ് ഷുഡ് നോട്ട് ബി ബിഫോർ ദ മീൽ. ഇത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ള ഗുണം എന്താണെന്നാണ് ആ റിസർച്ചിനകത്ത് പറയുന്നത്. അത് ഒരു കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അതിന്റെ കാര്യങ്ങൾ. ഞാനത് പറഞ്ഞുതരാം എന്താണ് ഓരോരോ ബെനിഫിറ്റ്സ് എന്നുള്ളത്. ഒരുപാട് റിസർച്ച് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു റിസർച്ച് മാത്രം ജസ്റ്റ് കോൾ ഔട്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതിൽ റിസർച്ച് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ കുറയ്ക്കുന്നു എന്നുള്ളതല്ലേ അടുത്ത ചോദ്യം വരുന്നത്. വേറെ ഒന്നുമല്ല, ഈസിയാണ്. നമ്മളൊരു മീല് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നോർമലി ബ്ലഡ് ഷുഗർ ലെവൽ റൈസ് ചെയ്യും. ഇത് തന്നെയാണ് എല്ലാ മീല് കഴിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇമീഡിയറ്റ്ലി വാക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിംഗ് കൺസ്യൂംസ് ദാറ്റ് ബ്ലഡ് ഷുഗർ. അങ്ങനെയാണ് ആക്ച്വലി ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോ ഇൻ ടേൺ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആകുമ്പോൾ തന്നെ ഈ ഫാറ്റ് ഡിപ്പോസിഷനും അതെല്ലാത്തിനും സപ്രഷൻ വരും. ബേസിക്കലി അത് കുറയുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബേസിക്കലി അതൊരു ഒരു ഫിറ്റ്നസ് പെർസ്പെക്റ്റീവിലായിരുന്നാലും ഒരു ഡയബറ്റിക് ആളുടെ പെർസ്പെക്റ്റീവിലായിരുന്നാലും ദോസ് ആർ ഓൾസോ ലുക്കിംഗ് ഫോർ എ ഫാറ്റ് ലോസ് ആയിരുന്നാലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ റിസർച്ചിനകത്ത് അവർ 2 പാർട്ടിസിപ്പൻസിനെ വെച്ചിട്ടാണ് ആ റിസർച്ച് നടത്തിയത്. അതിൽ അവർ ചെയ്ത 2 ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എ മീല് അവർ വാക്ക് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ പോസ്റ്റ് ലൈക്ക് 60 minutes ആഫ്റ്റർ എ മീൽ അവർ വാക്ക് ചെയ്യിപ്പിച്ചു. അവർക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എ മീൽ വാക്ക് ചെയ്യിപ്പിച്ചപ്പോഴാണ് ഏറ്റവും ബെനിഫിറ്റ്സ് ആയിട്ട് അവർക്ക് കിട്ടിയത്. ഞാൻ ഒരുപാട് പറഞ്ഞ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, ഈ ബ്ലഡ് ഷുഗറും ഫാറ്റ് ലോസും അങ്ങനത്തെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടി ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എ മീൽ വാക്ക് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതിനകത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ആൾക്കാർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എ മീൽ, 2 പേര് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എ മീൽ വാക്ക് ചെയ്തു. അപ്പൊ വാക്ക് ചെയ്യുന്നതിനകത്ത് അതിന്റെ ഇന്റൻസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഒരാൾ കുറച്ച് സ്പീഡിൽ വാക്ക് ചെയ്തു, ഒരാൾ നോർമൽ ബ്രിസ്ക് വാക്കിൽ വാക്ക് ചെയ്തു. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് 1 month അവർ ചെയ്തു. 1 month ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീഡിൽ വാക്ക് ചെയ്ത ആൾക്ക് ഒരു 3 kilos വരെ കുറഞ്ഞു. ഈ ബ്രിസ്ക് ആയിട്ട് വാക്ക് ചെയ്ത ആൾക്ക് ഒരു 1.5 kilos വരെ കുറഞ്ഞു. ഇതായിരുന്നു അതിന്റെ റിസൾട്ട്. പ്ലസ് അതർ ബെനിഫിറ്റ്സ് ലൈക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു, നമുക്ക് കലോറീസ് കുറയ്ക്കാൻ പറ്റിയ ദിവസം ഉള്ളത്, ഫാറ്റ് ലോസിനും ഒബിയസ്ലി സഹായിക്കും. ഫസ്റ്റ് ബെനിഫിറ്റ്, ഇംപ്രൂവ് ഡൈജഷൻ. വാക്കിംഗ് ഹെൽപ്സ് ടു സ്റ്റിമുലേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ക്. അതാണ് ഫസ്റ്റ് തിങ് ഇറ്റ് ഡസ്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രിവെന്റ്സ് ബ്ലോട്ടിംഗ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. അതുപോലെ തന്നെ ജസ്റ്റ് എൻ്റെ ഒരു വേർഡ് ആയിട്ട് എടുക്കേണ്ട, റിസർച്ചിനകത്ത് കണ്ടുപിടിച്ച് എന്താ വെച്ചാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രിസ്ക് വാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കൂടെ ഫുഡ് മൂവ്മെന്റിനെ ഒരു 50% വെച്ച് അതിന്റെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഫാറ്റ് ലോസ് ആൻഡ് ബേണിംഗ് ഓഫ് എക്സസ് ബ്ലഡ് ഷുഗർ. ഈ ബേണിംഗ് ഓഫ് എക്സസ് ബ്ലഡ് ഷുഗർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ വാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ബ്രിസ്ക് വാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആഫ്റ്റർ എ മീൽ നമ്മളെ ബോഡി നമ്മൾ വൺസ് ആ ഫ്യൂവൽ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഫ്യൂവലായിട്ട് ഫാറ്റ് സോഴ്സിലൂടെ ടാപ്പ് ചെയ്യാനായിട്ട് ബോഡി നോക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു നല്ലൊരു ടൂളാണ് നമുക്ക് ഫാറ്റ് ലോസിന് വേണ്ടി. മൂന്നാമത്തത്, റെഡ്യൂസ്ഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്രീ ഡയബറ്റിക്സോ ഡയബറ്റീസ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുന്ന കാരണം ബ്ലഡ് ഷുഗർ ലെവൽ ഇംപ്രൂവ് ചെയ്യാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നാലാമത്തത്, ലോവേഴ്സ് ബ്ലഡ് പ്രഷർ ആൻഡ് ബെറ്റർ സ്ലീപ്പ്. അപ്പം വാക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബ്ലഡ് പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇറ്റ് പ്രൊമോട്ട്സ് ബെറ്റർ സ്ലീപ്പ്. അത് കാരണം തന്നെ നമുക്ക് ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീങ് നല്ലതായിരിക്കും. നമ്മൾ ഇത്രയും നേരം ഇൻക്രെഡിബിൾ ബെനിഫിറ്റ്സ് ഓഫ് വാക്കിംഗ് നമ്മൾ
ആഫ്റ്റർ എ മീൽ കവർ ചെയ്തായിരുന്നു. ബട്ട് ജസ്റ്റ് റിമെമ്പർ, if you have any existing health conditions or if you are pregnant, make sure that you consult with your doctor before incorporating this into your routine as a habit. അത് make sure ചെയ്യുക. Okay. For those who want to dive deeper into the science behind walking after meals, ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ റിസർച്ച് ഡോക്യുമെന്റ്സിന്റെ റിസർച്ചിന്റെ ലിങ്ക്സ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മോർ ഓൺ ദിസ് ടോപ്പിക്. നിങ്ങൾക്ക് if you anyone wants to personally train with me, I have given my details on the description below. You can contact me on that. With that said, I encourage you to try this and feel the difference for yourself. Again, consistency ആണ് എല്ലാത്തിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. So consistent ആയിട്ട് ചെയ്യുക. And again, one more thing, how long you should do എന്നായിരിക്കും വിചാരിക്കുന്നത്. It is nothing but at least 10 minutes immediately after a meal you should walk. And if you can walk 15, 20, 30 minutes is fine. But at least 10 minutes a brisk walk ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ്സ് കിട്ടും. ബട്ട് കണ്ടിന്യൂസ്ലി യു ഹാവ് ടു ഡു ഫോർ ലഞ്ച് ആൻഡ് ഡിന്നർ ആൻഡ് ഒരു മാസം നിങ്ങൾ ചെയ്തു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. യുവർ ബോഡി വിൽ താങ്ക് യു. ഓക്കെ ഫോർ ദിസ്. നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. Stay tuned for more fitness tips and insights on my channel. Until next time, stay fit, stay healthy. Bye.